ഗൈസ് ഞങ്ങൾ അറബിച്ചുകളായിരിക്കുന്നു കണ്ടോ, ഞങ്ങൾക്ക് ഇത് ഫ്രീ കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അടുത്തത് വാങ്ങാനുള്ളത് പുളി ഇലക്കര എന്താ സെറ്റുമുണ്ട്. പക്ഷെ ഇത് സൈസ് ഇല്ല, പൊട്ടിയില്ല. പിന്നെ ബാംഗിൾസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം 70-75 ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഓണം പർച്ചേസിന് പോണാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത് മെയ് ആയിട്ടുള്ളൂ, ജൂൺ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും എന്താ ഓണം പർച്ചേസിന് പോണേന്നുള്ളത്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ട്. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞ് എടാ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, അപ്പോൾ നീ എനിക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ട് ആളുടെ കൊടുത്തു വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള മാലകളും സാരികളൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്, എന്തൊക്കെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് ടോട്ടൽ എത്രയായി എക്സ്പെൻസ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. ഫസ്റ്റ് നമ്മൾ പോകാൻ പോണത് ഓർണയിലോട്ടാണ്. ഓർണയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാലകൾ ഓർണമെന്റ്സ് ഒക്കെ കിട്ടും. നമുക്ക് നോക്കാം. എനിക്ക് അവിടെ ഓർണയിലൊരു പ്രതീക്ഷ ഉണ്ട്, അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം. അതിൽ നമ്മൾ വന്നത് എറണാകുളത്തുള്ള ഓർണയിൽ. ഇതില്ലേ, ഞാൻ ആക്ച്വലി സ്കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 6 സെന്റിമീറ്റർ ആണ്. ഇത് മതിയോ? കറക്റ്റ് 6. ചിരിക്കും. നമ്മൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് വന്നത് അല്ലേ, അതുകൊണ്ട് സ്കെയിലൊക്കെ ആയിട്ടാണ് വന്നത്. 6 സെന്റിമീറ്റർ ആണ് സൈസ് എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഇല്ല ആള്, അപ്പം ഇതാണ് സൈസ് അയച്ചു തന്നത്. ഒരു സെറ്റ് നോക്കൂ മക്കളെ നോക്കൂ. കുപ്പികളുടെ ശേഖരം. നമുക്ക് ബ്ലാക്ക് കുപ്പികൾ നമ്മളിപ്പോൾ എടുത്ത്, ഇനി നമുക്ക് പിങ്കും ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള ഷെയ്ഡ് വേണം എടുക്കാനായിട്ട്. അവിടെ ലിസ്റ്റ് എടുക്കട്ടെ. അയ്യോ എവിടെ ബ്ലാക്ക് കുപ്പികൾ എടുത്ത് 2 സെറ്റ്. ഇനി നമുക്ക് പിങ്കും പിന്നെ ലൈറ്റ് റോസും പിന്നെ ലൈറ്റ് ഗ്രീൻ കളറും വേണം. ഇതിവിടെ ഡാർക്ക് പിങ്കില്ല, ലൈറ്റ് റോസ് കളർ എടുത്ത് ഇനി നമുക്ക് ഡാർക്ക് പിങ്ക് എടുക്കണം. ഇത് ഡാർക്ക് പിങ്കാണ്. ഓക്കട്ടെ. പക്ഷെ ഇത് സൈസ് ഇല്ല, പൊട്ടിയില്ല. അവിടെ വീണ്ടും ആയതെടുക്ക്. അതെ, ഇത് ചെറുതാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് 24. ഇത് കറക്റ്റാ. ഇത് കുറച്ച് ചെറുതാണെന്ന് കറക്റ്റ് അരച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ബ്ലൂ ആണെന്നുണ്ട്, ടർക്കോയിസ് ബ്ലൂ, ഇങ്ങനെ നല്ല ക്ലിയറാണ്. പക്ഷെ ഇതും ചെറുതാണെന്നുണ്ട്. 5.5 ഉള്ളു. കളർ ഇതാണെന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതല്ല, നമുക്ക് ഇതാണ് സാരി വരുന്നത്. ഈ സാരിക്ക് മാച്ചായിട്ടുള്ളത് അതാ കളർ തന്നെയാണോ? നോക്കട്ടെ, മതിയാവോ? ഒരു സെറ്റ് മതിയാകും. ഇത് ഓക്കെയാണ്. ഇതിൻ്റെയും ഈ സൈസ് എടുത്തു തരാമോ, ഈ കളറിന്? അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതായാലും മതി. നമ്മളിപ്പോൾ ഈ 3 സെറ്റ് എടുത്തിട്ടുണ്ട്, ഈ ഷെയ്ഡ്സ്. ഇനി ഇതിൻ്റെ നടുക്കിടാൻ വേണ്ടിയിട്ട് കാശ്മീരി ബാംഗിൾസ് വാങ്ങിക്കണം. അവിടെ ആയുധം എടുക്കട്ടെ. ടൂൾസ് ഇല്ലാണ്ടൊരു പണിയില്ലെന്ന്. ഇതിങ്ങനെ സിംഗിളായിട്ടാണ്. ഇത് കുറച്ച് വലുതാണ്. താഴത്തോട്ട് നോക്കാം. ഇത് 6 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഇത് എത്ര എടുക്കേണ്ടി വരും? എന്തോ പിന്നില്ലേ ഗോൾഡൻ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മറ്റേ ഡാൻസിനൊക്കെ എടുത്തില്ലേ, അങ്ങനത്തെ ഇതുണ്ടാവോ? പ്ലെയിൻ ആണ് ഉദ്ദേശിച്ച ആള്. ഇത് ഓക്കെയാണ്. ഇതൊരു സെറ്റ് മതിയാവുമായിരിക്കും, ചോദിക്കട്ടെ. മാറ്റി ഇങ്ങനത്തെ ഉണ്ടാവോ? വേറെ മോഡലുണ്ട്, അതൊന്ന് വിട്ടു കൊടുക്കും. കാണിച്ചു. ഇവിടെ മറ്റേ ഇളക്കത്താലിയുടെ ഇത് കണ്ടില്ല. ഞാൻ ഇങ്ങനത്തെ വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഫോട്ടോ അയച്ചതാ. നീ നോക്കിയിട്ട് പറ. എന്താ കുട്ട ഉള്ളല്ലോ. ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇത് നമ്മളൊരു സെറ്റ് എടുത്തായിരുന്നില്ലേ, 3 വെച്ച് കാണിച്ചത്. അപ്പോൾ ഇപ്പം ആള് വിളിച്ചിട്ട് പറഞ്ഞു അതന്നെ ഒരു സെറ്റും കൂടെ വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കളർ തപ്പിക്കൊണ്ടിരിക്കണേ. യെസ്, കൊള്ളാം. ഞാൻ എക്സ്പെക്ട് ചെയ്ത മോസ്റ്റ്ലി എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയുള്ള സെറ്റ് ഇപ്പുറത്തെ കയ്യിലൂടെ. ഓണം കലക്കും. അപ്പോൾ നമുക്ക് വേണ്ട ബാംഗിൾസൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയറിങ്സ് നോക്കണം, മാലയും നോക്കണം. ഇയറിങ്സിൻ്റെ അങ്ങോട്ട് പോവാം. നിനക്ക് ജിംക്ക ഗോൾഡനിൽ വൈറ്റ് പേളായിട്ടുള്ളത് വല്ലതാണോ വേണ്ടത്? എവിടെയൊക്കെ ഉണ്ട് ഗോൾഡൻ? എന്തോരം കമ്മല്. പക്ഷെ ഞാൻ ഇടാറില്ല ഇങ്ങനത്തെ ഒന്നും. എനിക്ക് നാണോ. ഇത് കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതേ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അത് ഓക്കെ 115 ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം 150. പിന്നെ ബാംഗിൾസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം 70-75 ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. എന്തോരം കമ്മലല്ലേ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് മാച്ചാണല്ലോ, പക്ഷെ അവൾക്ക് മാച്ചാവുമായിരിക്കും. ഇതൊക്കെ ഇല്ലല്ലോ. കമ്മലാണ് നമ്മൾ ട്രാപ്പ് അയക്കണത്. കമ്മലാണ് നമുക്ക് കിട്ടാത്തത്. ഒരു ഐഡിയ കിട്ടാനുള്ള. കഴിഞ്ഞ പ്രാവശ്യം ലോട്ടസ് ആയിരുന്നു എല്ലാവരും. ഓഫീസിൽ പോയി അവിടെ ലോട്ടസ്, എവിടെ പോയാലും ലോട്ടസ് ആയിരുന്നു. നിർത്തിക്കോ. അപ്പം നമ്മൾ സിനോന് വേണ്ടിയിട്ടൊരു അല്ലേ സ്നേഹനിധിയായ ചേച്ചിക്ക് ഇവിടെ പെട്ടെന്ന് എത്തിയപ്പോഴേക്കും അനിയനൊരു ഇയറിങ് അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സിനോനൊരു ഇയറിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ബുഗാട്ടി.
എൻ്റെ ബുഗാട്ടി, സിനോൻ്റെ ഇയറിങ്. അനിയനക്ക് ഈ സാധനങ്ങൾ, അനിയനക്ക് നോസ്പിൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇയറിങ്സ് നോക്കിയിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ ഇയറിങ്സ് നോക്കണം, പിന്നെ മാലയും നോക്കണം. ഞാൻ സാധനം മനസ്സിലാവേ. ഇതെൻ്റെ സൈസല്ല കേട്ടോ, എന്നാലും ഞാൻ കാണിക്കാം. അന്നച്ചിനെ പോലെയാണ്, പക്ഷെ ഇതിങ്ങനെയല്ലല്ലോ. ഇത് കുറച്ച് താഴെ സൈസല്ല കേട്ടോ. ഇത് കുറച്ച് ഇങ്ങനെ താഴെ വന്ന് അങ്ങനെ എന്തൊക്കെയോ അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ, ഇതിങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ? സോറി, ഇതെൻ്റെ സാധനം എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നീക്കി വെക്കണോ? അതിൻ്റെ കുറച്ച് വേറെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കൂ. ഹായ് ബ്യൂട്ടിഫുൾ ലേഡി. ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ. കൊള്ളാമോ? കുക്കീസ്. നമുക്ക് സെൽഫി എടുക്കാം. ഗൈസ്, ഞങ്ങൾ അറബിച്ചുകളായിരിക്കുന്നു. കണ്ടോ, ഞങ്ങൾക്ക് ഇത് ഫ്രീ കിട്ടിയിട്ടുണ്ടെന്നില്ലേ? ഇല്ല, ഇതിങ്ങനെയാണ്. എന്തോ ഗ്ലാസ് ആക്സസറി എന്നാ പറഞ്ഞ. അയ്യോ, അങ്ങനെയല്ല, മൂക്കിൽ ഇതിങ്ങനെ വേണം. ബ്യൂട്ടിഫുൾ. ഗൈസ്, നിങ്ങൾ ഓണത്തിന് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൊക്കെ ഇത് ശരിക്കും പോലെ ഉണ്ടല്ലേ? ആ, രണ്ട് സൈഡിലും ഇങ്ങനെ സ്ലൈഡും ഉണ്ട്. ഉണ്ട്. ഇത് 1040 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അവിടെ ഇരിക്കട്ടെ. അത് പിന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് കുറേ ഓണത്തിനിടാം. അതാണ് ഫ്രഷ് മുല്ലപ്പൂല്. നമ്മൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് ആയത് ടോട്ടൽ 1119 റുപ്പീസ്. ഞാനിത് വെറുതെ വെച്ചപ്പോൾ ബില്ല് നിൽക്കണം. ഇനി വരും നോക്കാതെ. ഇല്ല ഗൈസ്, ഡ്രാഗൺ ഫ്രൂട്ട് കോൺ. ഓക്കെ ഗൈസ്, കമോൺ പോവാം. എടുത്തിട്ടുണ്ടാവില്ല, വീഡിയോ ഓണായിട്ടുണ്ടാവില്ല. എന്താ സംഭവിച്ചിട്ടുണ്ട്? സോന ഒരു മൂങ്കാൽ അടിക്കണം. സോനക്ക് ഡിപ്രഷൻ വന്ന മൂങ്കാൽ തിന്നുന്ന സോന പറയുന്നത്. നമ്മുടെ വെള്ളം സർബത്ത്, ഇഞ്ചി അതാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്കതുകൊണ്ട് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കുടിക്കാം. ഇപ്പം നമുക്ക് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ ഉർവശിയിൽ തന്നെയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഉർവശി. സോന തിന്നണാണ് നല്ല ഭംഗി. തിരിഞ്ഞു കഴിക്ക്. നമുക്കിനി ഇവിടെ കയറാം. എന്തോ ഒരു പരിചയമില്ലാത്തവരെ നമുക്കിവിടെ കയറാം. അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാ, അപ്പം അയച്ചു കൊടുക്കണം. നമ്മൾ ഉർവശിയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു മാലയാണ് വാങ്ങിച്ചത്. നമ്മൾ അന്വേഷിച്ച് വന്ന ടൈപ്പ് മാല ഇപ്പം ഇവിടെ ഇല്ല. അല്ല, നീ കാണിച്ചോ, ക്ലിയർ ആയിട്ട് കാണിച്ചു സോന. അല്ലേ, ഈ ഒരു മാലയാണ്. ഒരു ഇളക്കത്താലിയാണ്, പക്ഷേ ഒരു മിനിമൽ ടൈപ്പ്. അങ്ങനെ കണ്ടില്ലേ? അതെ, അതാണ് ഇളക്കത്താലി എന്ന് പറയണല്ലോ. ഇനി നമുക്ക് ഇയറിങ്സ് നോക്കാം. അതൊക്കെ മാച്ചായ പ്ലെയിൻ ഇയറിങ്സ് ആണ് നോക്കണ്ട. പ്ലെയിൻ ഗോൾഡൻ കമ്മല അല്ല, വേറെ എന്താ സാധനം? കുങ്കുമച്ചപ്പ. കുങ്കുമച്ചപ്പായിട്ട് എനിക്ക് തോന്നിയത്. ചുട്ടിക്ക് സിന്ദൂർ. പക്ഷെ ആ സാധനം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു ചെയ്യുന്നതാണ്.
ഇല്ല, അതവളുടെ പ്ലാനിലില്ല, അത് കുറച്ച് ഹെവി ആയി പോകുന്നു. നോക്കട്ടെ, കിട്ടിയാൽ കാണിക്കാവേ. നമ്മൾ ഒരിളക്കത്താരി വാങ്ങിച്ചു, പക്ഷെ അതിന് മാച്ചായിട്ടുള്ള ഇയറിങ്സ് സെറ്റായിട്ടില്ല. പിന്നെ വേറെ ഈ ഒരു കമ്മൽ അവൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നോക്കിയെടുത്തുന്നത്. അപ്പോൾ ഇതും വാങ്ങിച്ചു. കൊള്ളാം, നല്ല രസമില്ലേ? ഇതിന് റേറ്റ് വരുന്നത് 545. കൊള്ളാം. ഇനി നമുക്കൊരു കമ്മലും കൂടെ നോക്കണം. ഇതിന് പറ്റിയൊരു കമ്മൽ, അതൊരു ജിമിക്കാൻ നോക്കി, പക്ഷേ ഇതിൻ്റെ സെയിം ഷെയ്ഡ് വന്നില്ല. ഗോൾഡൻ തന്നെ ഉള്ളതെല്ലാം പല കളറാണ്. പിന്നെ നമ്മൾ നോക്കിയത് ജിമിക്ക് വലുതാണ്. നോക്കട്ടെ. എൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞു, ഇവളുടെ പർച്ചേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അവിടെ കാണിച്ചു, കാത് കാണിക്കും. കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. കൊള്ളാം. അത് ശരി. അവിടെ ആകെ ഒരു മാല ഒരു കമ്മൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ. ആ, പക്ഷെ നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല കേട്ടോ. അവിടെ കുറേ കളക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇളക്കത്താലിക്ക് സ്യൂട്ടായ രീതിയിൽ കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. വള പെട്ടെന്ന് സെറ്റായി, പക്ഷെ കമ്മലെടുക്കാനാണ് പണിയായത്. കമ്മലിപ്പോഴും ഈ ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ, ഈ ഒരെണ്ണം മാത്രം. ബാക്കി ഈ മാലക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ബൈ. ടോട്ടലായത് 1358. അപ്പം നമ്മളുടെ ബാംഗിൾസ് വാങ്ങിച്ച്, ഇയറിംഗ് വാങ്ങി, ഒരു മാലയും വാങ്ങി. ഇനി നമുക്ക് അടുത്തത് വാങ്ങാനുള്ളത് പുളിയിലക്കര സെറ്റുമുണ്ട്. പുളിയിലക്കര സെറ്റുമുണ്ടാണ് വാങ്ങിക്കേണ്ടത്. അത് നമുക്ക് ഇവിടെ രാധാകൃഷ്ണയിൽ നോക്കാം. സെറ്റായില്ലെന്നാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം. ഓക്കേ, നമ്മളിപ്പോൾ രാധാകൃഷ്ണയിലോട്ട് പോകണാണ്. ഇന്ന് ശനിയാഴ്ച ചെയ്തുകൊണ്ട് തിരക്ക് അത്ര ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു, അറിയില്ല. മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടിട്ട് റോട്ടിൽ വലിയ തിരക്കില്ല. എല്ലാവരും വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂടെ വണ്ടി ഓടിക്കാൻ നല്ല പണിയായിരുന്നു. കഴിഞ്ഞല്ലേ കാണാനില്ല ഗൈസ്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് നമുക്ക് എടുക്കേണ്ട പുളിയിലക്കര മുണ്ട്. ഇതിന് കസവെന്ന് പറയില്ലല്ലോ, കസവ് വരുമ്പോൾ ഗോൾഡ് ആവൂലേ? പുളിയിലക്കര കസവ് മുണ്ടെടുത്ത് ആരെങ്കിലും വരൂ? ആരുമില്ലേ? നമുക്ക് തന്നെ തപ്പിയെടുക്കാം. ഇങ്ങനത്തെ കളറൊക്കെ ഉണ്ട്. ബ്ലാക്ക് ഇങ്ങനെ പ്ലെയിൻ ബോർഡർ ഉണ്ട്. നോക്കട്ടെ, കാണാനില്ല. ബ്ലാക്ക് പ്ലെയിൻ ബോർഡർ ഉണ്ട്. അവിടെ ഇല്ലേ? ഡിസൈൻ അല്ല, വേഗം ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ബോർഡർ മാത്രം. ചോദിച്ചു നോക്കാം മോനല്ലേ? ചേച്ചി, ഇങ്ങനത്തെ സെറ്റ് മുണ്ടുണ്ടാവോ? പ്ലെയിൻ ബ്ലാക്ക് അല്ലേ? ആ, പുളിയിലൊക്കെ. ആ, നമ്മൾ ചമ്മിപ്പോയി. ഇവിടെ ബ്ലാക്ക് ഇല്ല. ആ ചേച്ചി വന്നിട്ട് ബ്ലാക്ക് ആണോ വേണ്ടത്? ബ്ലാക്ക് അല്ലേ വേണ്ടത്? ബ്ലാക്ക് ആണ്. ആ, ബ്ലാക്ക് ഇല്ല. നമുക്കിനി അപ്പം അടുത്ത കടയിലോട്ട് പോവാം. എനിക്ക് ഇവിടെ നിന്നൊരു പ്രതീക്ഷ. ഇനി വേറെ എവിടെയെങ്കിലും പോകും. നീലക്കുയിലാണോ? നീലക്കുയിലല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് വീഡിയോ എടുക്കണം. തിന്നിട്ട് നമുക്ക് ബാക്കി പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇവിടെ സാരി ഇവിടെ ഇല്ലല്ലോ. പട്ടുപാവാട ഇതവിടെ നോക്കി. അപ്പം നമ്മൾ മാലകളും മാലയും പിന്നെ വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് സാരിയാണ് എടുക്കുക. സാരി അല്ല, പുളിയിലക്കര സെറ്റ് മുണ്ടാണ് എടുക്കേണ്ടത്. നമ്മളിപ്പം പിന്നെ അണ്ടർസ്കേർട്ടും വാങ്ങിക്കണം. അപ്പം നമ്മളിപ്പോൾ വന്നേക്കണത് ജയലക്ഷ്മിയിലാണ്. നമ്മളിവിടെ MG റോഡിലുള്ള ജയലക്ഷ്മിയിലാണ് ഇപ്പോൾ വന്നേക്കണം. അപ്പം നമുക്ക് ഇവിടെ ആ പുളിയിലക്കര മുണ്ടും ഇതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് മുണ്ടും കിട്ടി, പിന്നെ ഒരു അണ്ടർസ്കേർട്ടും വാങ്ങിച്ചിട്ടോ. നമുക്ക് ടോട്ടലായത് 850 റുപ്പീസാണ്. നമുക്ക് അതിൻ്റെ ഇത് ഫോട്ടോ ഏതെടുത്തെന്ന് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ അനുസരിച്ചിട്ട് എന്നെ കാണിക്കാനുള്ള
ഈ ഒരു മോഡലാണ് എടുത്തത്. നമ്മൾക്ക് കറക്റ്റ് പുളിയിലക്കര കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം ഒരു അടുത്തുള്ളത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇത് ഓക്കെയാണെന്ന് വീഡിയോ കാണും, ഫോട്ടോ അയച്ചെടുത്തപ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ 850. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയി. എത്ര മണി വരെ ഉണ്ടാവും? നല്ല കിടിലം മഴ കിട്ടി ഗൈസ്. ഇന്ന് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മളിപ്പോൾ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി ഒരാളെ ഏൽപ്പിക്കാനുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് നടക്കും. അതേ മെട്രോ പോയി. അപ്പം നമുക്ക് ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല, വിശന്നിട്ട് വയ്യ. ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും വഴി തപ്പട്ടെ. പിന്നെ മഴ കിട്ടി കഴിച്ചു. ഫുഡ് കഴിക്കണം. നമ്മളിപ്പോൾ കടവന്തറ എത്താറേ. നമ്മളിപ്പോൾ ഉള്ളതില്ലേ അൽഡ്രീമിലാണ്, കടവന്തറയിലുള്ള അൽഡ്രീമിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉള്ളു തുറന്ന് കാണിക്കണില്ല, കാരണം അവിടെ ചുറ്റും ആൾക്കാരൊക്കെ ഉള്ളതാണ്. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ചില സമയങ്ങളിൽ. അപ്പം അതെ, സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ട്. നമ്മൾ ഇന്ന് മൊത്തത്തിൽ 4 ഷോപ്സിൽ കയറി. അത് ഒന്ന് ജയലക്ഷ്മി, പിന്നെ രാധാകൃഷ്ണ, ഓർണ, പിന്നെ ഉർവശി. അതിൽ നിന്ന് രാധാകൃഷ്ണന് മാത്രം നമുക്ക് കിട്ടാതെ വന്നുള്ളൂ. നമ്മൾ ആ പുളിയിലക്കരയുള്ള നോക്കിയത്. ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് ക്ലീൻ ആക്കണം. നോർമൽ മന്തി മതിയില്ലേ? ഹാഫ് നോർമൽ. ഓക്കെ, അത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്. അപ്പം നമുക്ക് ആകെ ഇതിൽ കിട്ടാതെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇയറിംഗ് മാത്രമാണ്. അത് ആ ഇളക്കത്തലിക്ക് വേണ്ടിയിട്ടുള്ള ഇയറിംഗ് മാത്രം കിട്ടിയില്ല, ബാക്കിയുള്ള സാധനം കിട്ടി. അപ്പം ഇതിൽ ജയലക്ഷ്മിന്ന് നമ്മൾ അണ്ടർസ്കേർട്ടും ആ പുളിയിലക്കര ഇതും വാങ്ങി. അത് നമുക്ക് രാധാകൃഷ്ണയിലായിരുന്നു എക്സ്പെക്ടേഷൻ, പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ ഇതും ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, വലിയ റേറ്റും അങ്ങനെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉർവശിന് നമ്മൾ വാങ്ങിയത് മറ്റേ ഇളക്കത്താലിയും പിന്നെ ഒരു ലോങ് ഇയറിങ്ങുമാണ് വാങ്ങിയത്. ഓർമ്മയിൽ നമുക്ക് ഒരുപാട് വളകൾ കിട്ടി, പക്ഷെ ഇതൊന്നും തുറന്ന് ഓൾറെഡി അവർ പാക്ക് ചെയ്താണ് നമുക്ക് തന്നത്. അപ്പോൾ ഇനി അത് തുറന്നാൽ ശരിയാവില്ല, അവർ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇത് അവർക്കൊന്നും കൂടെ റീപാക്ക് ചെയ്യേണ്ടി വരും, കാരണം ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോൾ ബബിൾ റാപ്പൊക്കെ ചെയ്യാനുള്ളതല്ലേ. ബബിൾ റാപ്പ് ചെയ്യാണ്ട് അവിടെ ആണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും കുപ്പികളെല്ലാം പൊട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് കടവന്തറയിലൊരു അവരുടെ ഒരു കസിൻ ഉണ്ട്, പുള്ളിനെ കൊണ്ട് ഏൽപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അത്യാവശ്യം നല്ല മഴയും നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പം മഴ ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഈ സാധനം അവർക്ക് കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ആദ്യം മന്തി വരട്ടെ, ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ മന്തി വന്നു ഗൈസ്, അൽഡ്രീം സ്പെഷ്യൽ മന്തി. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, എന്നാൽ മഴ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പാവം ക്യാമറമാൻ വിഷമിക്കണ്ട. ഓൾറെഡി മന്തി വരാൻ താമസിച്ചപ്പോഴേക്കും നമ്മൾ മയണൈസ് ഒക്കെ ഇവിടെ ഇട്ട് തിന്നാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. മയണൈസ് മാത്രം തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഴച്ച് അങ്ങനെ തിന്നാം. മഴയത്ത് മഴയത്ത് മന്തി വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. കഴിച്ചിട്ട് കേട്ടോ ഗൈസ്, ഞങ്ങൾ മന്തി കഴിച്ച ചമ്മന്തി കാണിക്കും ഞാൻ, നിന്നെ കാണിക്കും ഞാൻ. തിരിഞ്ഞിരിക്കെ സോന മന്തി കഴിച്ച് വിഷമിച്ചിരിക്കണേ. എൻ്റെ എല്ലാ വ്ളോഗിലും ഇങ്ങനെയാണ്, എന്തെങ്കിലും ഫുഡ് അടി ഉണ്ടാകും. എന്താണ് പക്ഷെ ഇത് കുറച്ച് ഹെവി ആയിപ്പോയി. കുറേ നാൾ ഇപ്പം മന്തി അങ്ങനെ അധികം കഴിക്കാറില്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കണത്. അതുകൊണ്ടിട്ട് അതെ, ആഴ്ചയിൽ പൊടിയാണ്. ഇപ്പം അങ്ങനെ ഒന്നും കഴിക്കില്ല. എന്താണെന്ന് മൊത്തം വെള്ളം വീഴുന്നത്. ഇപ്പം അങ്ങനെ അധികം കഴിക്കാറൊന്നും ഇല്ല, അതുകൊണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല ഇപ്പം കഴിച്ചിട്ട്. എൻ്റെ എല്ലാ വ്ളോഗിലും എന്തെങ്കിലും ഫുഡ് അടി ഇതുണ്ടാകും. ഇപ്പം ഇത് എന്തിൻ്റെ വ്ളോഗായിരുന്നു? സാധനം പർച്ചേസ് ചെയ്യണ വ്ളോഗായിരുന്നു. അപ്പോഴും നമുക്കതിൽ ഫുഡ് ഉണ്ട്. എന്താ ഷോണ? ഞാൻ നോക്കൂല, ഞാൻ ഇൻട്രോവേർട്ട. അപ്പോൾ നമുക്ക് മഴ മാറിയിട്ടേ നമുക്കിനി ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ അനീനയുടെ ഒരു കസിനെ ഏൽപ്പിച്ച്
ഇപ്പം നമ്മൾ സോനയുടെ ഒരു കൊറിയർ വാങ്ങാൻ വേണ്ടിയിട്ട് കലൂര് വന്നേക്കണേ. ഇനി ആ പൂച്ചനെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നീ എന്താ കാണിച്ച പൂച്ചന? അപ്പം നമുക്ക് സോനയുടെ കൊറിയറും കൂടെ എടുക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞൊന്ന് ബ്രോഡ്വേയിലും കൂടെ പോകണം. അപ്പം ഞങ്ങൾ ബ്രോഡ്വേയിലുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇത് കാണിക്കൂ. അതെ, അത് തുറന്ന് കാണിക്കണ്ട. അതെ, ഇനി നമുക്ക് ബ്രോഡ്വേയിലോട്ട് പോകാം. ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസും കുടിച്ച്. ഞാനൊരു മാംഗോ ജ്യൂസും കുടിച്ച്, സോന ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ച്. എൻ്റെ മാംഗോ ജ്യൂസ് ആയിരുന്നു ടേസ്റ്റ്. ഇവളുടെ പൈനാപ്പിൾ ജ്യൂസ് കൊള്ളൂലായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് നമുക്ക് കുമ്പളങ്ങിയിൽ കസിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോണേണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പർച്ചേസിങ് വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.